ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേണുക വന്നിരിക്കുകയാണ് കേട്ടോ. രേണുക പറയണേ, എടി നീ അല്ലടി എൻ്റെ മകളെ ഈ ഒരു അവസ്ഥയിൽ ഇടിച്ചു വീഴ്ത്തിയത്, എൻ്റെ മകൾ എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ DYSP പറയാണ്, നിങ്ങളുടെ മകളാണ് കാറിന് മുന്നിൽ വീണത് എന്ന് പറയണം കേട്ടോ. ഇല്ല, ശിവാനി എന്തൊക്കെ പറഞ്ഞ് ഇവൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കേട്ടതാണ് ശിവാനി മൊഴി പറയുന്നത്, ഞാനല്ല വീഴ്ത്തിയത്, ശിവാനി കാറിന് മുന്നിൽ വന്നതാണ് എന്നുള്ളത് ഞങ്ങൾ കേട്ടു എന്ന് പറയട്ടെ. അത് കേൾക്കുന്ന രേണുക, ഇല്ലല്ല, എൻ്റെ മകളെ എന്തൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ മൊഴിയെടുക്കുന്ന സമയത്ത് ഇവളുണ്ടാവും, അപ്പോൾ പേടിപ്പെടുത്തിയിട്ടാണ് എൻ്റെ മകൾ അങ്ങനെ പറഞ്ഞത്. എൻ്റെ മകൾ ഒരിക്കലും അങ്ങനെ പറയില്ല. ഇതിൽ കാരണം ഇവർ തന്നെ എന്നൊക്കെ പറയുമ്പോൾ DSP പറയാണ്, നിങ്ങളുടെ തോന്നലാണ്, ഒരിക്കലും ഇവരുണ്ടായിരുന്നില്ല മൊഴിയെടുക്കുമ്പോൾ. ഇല്ലല്ല, എൻ്റെ മകളെ എനിക്ക് കാണണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകണേട്ടോ. അതിനിടയ്ക്ക് നിധിയുടെ കഴുത്തിൽ പിടിച്ച് പിരിക്കുന്നൊക്കെ ഉണ്ട്. നീ അല്ലടി എൻ്റെ മകളെ കൊല്ലാൻ നോക്കിയത്, നിന്നെ വെറുതെ വിടില്ല. അപ്പോൾ അവളെ കൊണ്ട് മൊഴി മാറ്റിച്ച് പറയിക്കുകയും ചെയ്തു. എൻ്റെ മോളെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് രേണുക അവിടെ നിന്ന് പോകുമ്പോൾ അതിന് മുന്നേ പോലീസ് പിടിച്ച് മാറ്റുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം DYSP നിങ്ങളുടെ ആളാണ് എന്നും പറഞ്ഞിട്ടാണ് രേണുക പോകുന്നത്. ഇതേ സമയം DYSP പറയുന്ന കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ട് പോവാണ്. CCTV ക്യാമറയിൽ ഞാൻ കണ്ടിരിക്കുന്നു, നിധിയുടെ അടുത്താണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിധിയെ വേണമെങ്കിൽ ഞങ്ങൾക്ക് അത് വെച്ച് അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ പറയുന്ന നിധി കുറ്റക്കാരിയല്ലാന്ന് ആൾ പറയുമ്പോൾ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിധി രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗൗതമിനോടുള്ള ആ ഒരു ഇതും കൊണ്ട് ഞാൻ പറയുകയാണ്, ഈ പറയുന്ന ശിവാനി മൊഴി മാറ്റി പറഞ്ഞാലോ? അപ്പോൾ ഗൗതം ചോദിക്കുകയാണ്, നിങ്ങളുടെ റെക്കോർഡായിട്ടില്ലേ അവൾ സംസാരിക്കുന്നത്? അതൊക്കെ ഉണ്ട്, പക്ഷേ അവൾ കോടതിയിലെത്തുമ്പോൾ ശിവാനി പറയുകയാണ്, ഞാൻ പോലീസ് എന്നെ സമ്മർദ്ദം ചെലുത്തി പേടിപ്പിച്ച് ഞാനൊരു ഫ്രണ്ടാണെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു പക്ഷേ വീണ്ടും അറസ്റ്റിലോട്ട് കൊണ്ടുപോയാലോ എന്നിങ്ങനെ പറയണം കേട്ടോ. എന്നെയും കൂടി കുറ്റപ്പെടുത്തി അവൾ സംസാരിക്കും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ഈ പറയുന്ന ശിവാനിയുടെ മനസ്സൊരിക്കലും മാറരുത്. അവരുടെ അമ്മ ശരിയല്ല, ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം, അവരുടെ അമ്മയും അവളും ശരിയല്ല. അതുകൊണ്ട് ശിവാനിയുടെ മനസ്സ് മാറാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് കേട്ടോടെ തന്നെ നിധി പറയാണ്, അതെങ്ങനെ കഴിയും? അപ്പോൾ ഗൗതം ചോദിക്കാൻ, അതെങ്ങനെ കഴിയും എന്ന് എന്നോട് ചോദിക്കേണ്ട, നിങ്ങൾ തന്നെ അതിനൊരു വഴി തിരഞ്ഞെടുക്കുക എന്ന് പറയണം കേട്ടോ. ഇതേ സമയം രേണുക തൻ്റെ മകളുടെ അടുത്ത് പോയിട്ട് പൊട്ടിക്കരയണേ, എടി ശിവാനി, നീ എന്തിനാടി ആ നിധിയെ, നല്ലൊരു അവസരമായിരുന്നു അവളെ ജയിലിലടക്കാൻ, എന്തിനാ നീ അവളെ വെറുതെ വിട്ടത്? അവൾക്ക് നേരെ ഒരു പ്രശ്നവും ഇല്ലെന്ന് നീ പോലീസിനോട് മൊഴി പറഞ്ഞ് എന്തിനു വേണ്ടിയാണ് അതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, അമ്മേ, എനിക്ക് കിട്ടിയ അവസരം ഞാൻ എന്തായാലും മുതലെടുക്കും. അവളുടെ സിമ്പതി പിടിച്ചു പറ്റുക, അതിലൂടെ ഞാൻ ആ ഈശ്വരമംഗലത്തോട്ട് കയറി പറ്റും. എടി നീനൊക്കെ എന്താ? അതെ അമ്മേ, ഇതൊക്കെ ചെയ്തത് ഞാൻ അതിന് വേണ്ടിയാണ്. അതുകൊണ്ട് അമ്മ ഒന്ന് അടങ്ങി ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഗൗതമും നിധിയും അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഗൗതമിനെയും നിധിയെയും കാണുമ്പോൾ ഉടൻ തന്നെ രേണുക പൊട്ടിത്തെറിക്കുകയാണ്, നിങ്ങൾ എൻ്റെ മകളെ ഈ അവസ്ഥയിലാക്കി, അപ്പോഴേക്കും അമ്മയൊന്നും മിണ്ടാതിരിക്കുക. അപ്പോൾ ഉടൻ തന്നെ നിധി പറയണ, ശിവാനി, നീ എൻ്റെ പേര് പറയാതിരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്, എന്നാലും നീ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. അതിന് നിങ്ങളുടെ അടുത്തല്ലല്ലോ തെറ്റ്, എൻ്റെ അടുത്തല്ലേ തെറ്റ്, ഞാനല്ലേ നിങ്ങളുടെ വണ്ടിയുടെ മുന്നിൽ വന്ന് ചാടിയത്. അപ്പോഴേക്കും രേണുക പറയണ, നീ എന്തിനു വേണ്ടിയാടി ഇവർക്ക് ഒപ്പം നിൽക്കുന്നത്? നിൻ്റെ അവസ്ഥ നീ ഒന്ന് ആലോചിക്കുക. ഇനി കുറച്ച് കാലത്തേക്ക് നിനക്ക് നടക്കാൻ പറ്റില്ല, നിൻ്റെ അച്ഛനും ഇതുപോലെ നടക്കാൻ പറ്റാതെ അവിടെ വീൽചെയറിലിരിക്കുകയാണ്. രണ്ടുപേരെയും ഞാൻ എങ്ങനെ നോക്കാനാണ്? കുടുംബത്തെ ചിലവ് നടക്കാനും പോലും ഒരു മാർഗ്ഗമില്ല. അതൊക്കെ ആലോചിക്കണ്ടേ? ഞാനിനി എന്താ ചെയ്യുക? നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? നിന്നെ നോക്കണം, അതുപോലെ നിൻ്റെ അച്ഛനെ നോക്കണം, ഈ രണ്ടുപേരെയും ഞാൻ എങ്ങനെ നോക്കാനാണ്? അപ്പോൾ ശിവാനി പറയണേ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമോ അമ്മേ? വെറുതെ ഇവരെ ഇങ്ങനെ പറഞ്ഞ് ഓരോന്ന് ആശയക്കുഴപ്പത്തിലാക്കണ്ട. ഇവരുടെ അടുത്ത് തെറ്റില്ല, എൻ്റെ അടുത്താണ് തെറ്റിനടുത്ത് പറ്റിയ എങ്ങനെയെങ്കിലുമൊക്കെ നോക്കിക്കോളാം. പിന്നെ എൻ്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും അത് ഈശ്വരൻ എന്താ വിധിച്ചിരിക്കുന്നത് വെച്ചാൽ അതുപോലെ അങ്ങ് വരും, അല്ലെങ്കിൽ മരണമല്ലേ, അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന നിധിക്ക്, എന്താ ശിവാനി നീ പറയുന്നത്? അപ്പോഴേക്കും ഗൗതമിനെ അതൊക്കെ ഒരു പുച്ഛമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ശിവാനി, നീ എന്നാലും എൻ്റെ പേര് പറയാതിരുന്ന, എൻ്റെ അടുത്തല്ലേ തെറ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല, നിൻ്റെ അടുത്തല്ല, എൻ്റെ അടുത്താണ് തെറ്റ്. അപ്പോൾ ഗൗതം പറയണേ, നിൻ്റെ അമ്മ പറയുന്നതിലും കാര്യമുണ്ട്, ഞാൻ എന്തെങ്കിലും ഒരു വഴി ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അതേസമയം രേണുക വീണ്ടും ചൂടാവുകയാണ്, എടി എന്ത് ചെയ്യാനാണ്? അതിനുള്ള വഴിയൊക്കെ അവർ കണ്ടെത്തി വരും അമ്മ അടങ്ങ്, ഞാൻ കളിക്കുന്ന കളിയിൽ ലാസ്റ്റ് എന്താ ഉണ്ടാവുന്നത് അമ്മ നോക്കിക്കോ. മകളുടെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് തന്നെ പോകും, അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയണം കേട്ടോ. എന്നാൽ ഈ സമയം സംഭവിച്ച നന്ദി എന്ന് പറയണേ. പിന്നീട് പുറത്ത് കടന്നുടൻ തന്നെ ഗൗതമിനോട് നിധി ചോദിക്കുകയാണ്, എന്താ ഗൗതം ഉദ്ദേശിക്കുന്നത്? അവളെ നോക്കാൻ ആരില്ല എന്ന് നിൻ്റെ അമ്മായി പറഞ്ഞത് ശരിയാണ്. അമ്മായി ഈ പറഞ്ഞതുപോലെ അമ്മാവൻ വയ്യാതെ കിടക്കുന്നത് പോലെ തന്നെ ഇവൾക്കും കാലുകൊണ്ട് നടക്കാൻ വയ്യ, രണ്ടുപേരെയും കൂടി ഒരാൾക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാം അവർക്കും
അവൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലൊരു മാർഗ്ഗം പറഞ്ഞു തരട്ടെ. അപ്പോൾ അത് കേട്ട ഉടനെ എന്ത് മാർഗ്ഗം? അവളെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാം. എന്താ ഗൗതം ഈ പറയുന്നത്? അതൊരിക്കലും നടക്കില്ല. പ്രണവും ഈ പറയുന്ന പാറു ആൻറ്റിയും ഇനിയിപ്പോൾ അല്ലെങ്കിൽ തന്നെ നമ്മളോട് ഇപ്പോൾ ദേഷ്യമാണ്, എന്നോട് പ്രത്യേകിച്ചും ഞാനാണ് ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നതെന്ന് തോന്നിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അവളെ കൊണ്ടുപോകല അങ്ങോട്ട് നടക്കില്ല, വേറെ എന്തെങ്കിലും വഴി പറയാമെന്ന് പറയുമ്പോൾ ഗൗതം മനസ്സിൽ ചിന്തിക്കുന്നത് DYSP പറഞ്ഞതാണ് കേട്ടോ, എങ്ങനെയെങ്കിലും രേണുകയും ശിവാനിയും അകറ്റി നിർത്തുക, അതാണ് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞത് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. എന്താ ഗൗതം ആലോചിക്കുന്നത്? നീ വാ, നമുക്ക് വീട്ടിലോട്ട് പോവാം, അത് തന്നെയുള്ളൂ വഴി, അതാണ് ഏറ്റവും നല്ല മാർഗ്ഗം. അത് വേണ്ട ഗൗതം, വെറുതെ കുടുംബങ്ങളെ തമ്മിൽ തെറ്റിക്കണ്ട. നമുക്ക് അല്ലെങ്കിൽ തന്നെ ആ വീട്ടിൽ ഇപ്പോൾ ഒരു വിലയില്ല. എന്നെല്ലാവർക്കും ദേഷ്യമാണ്, പാറു ആൻറ്റിക്കും അതുപോലെ തന്നെ പ്രണവിനും. അവർ രണ്ടാളും ഇപ്പോൾ എന്നെ കണ്ട മിണ്ടുന്നില്ല. അപ്പോൾ ഇനിയും അതിനുള്ള ഒരവസരം ഈ ശിവാനി കാരണം ഉണ്ടാവരുത്. അപ്പോൾ അവൾക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊന്നും വേണ്ട, നീ വാ എന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം പാറു ആണെങ്കിലോ ഇങ്ങനെ അപകടം പറ്റിയതിനെക്കുറിച്ച് പ്രണവിനോട് പറയാണ്. അപ്പോൾ അവിടെ വസുന്ധരയും ഉണ്ട്. അപ്പോൾ തന്നെ പ്രണവ് ചോദിക്കുകയാണ്, വഴിയിലൂടെ പോകുന്നവർക്ക് എത്ര അപകടം പറ്റുന്ന, അങ്ങനെ ഒരു അപകടം പറ്റിയെന്ന് കരുതണം, അല്ലാതെ എന്നിങ്ങനെ പറയുമ്പോൾ, എടാ അതൊന്നല്ല ഇവിടുത്തെ പ്രശ്നം, വണ്ടി ഓടിച്ചിരിക്കുന്നത് നിധിയാണ്, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇനിയിപ്പോൾ ജയിലും തൂക്കുകയറും ഗൗതമും വണ്ടി എടുക്കലും ഒക്കെപ്പാടെ കൂടി എല്ലാം കൂട്ടിക്കുഴച്ച് ആലോചിക്കുമ്പോൾ ആകെ ടെൻഷനാവുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം വസുന്ധര പറയാണ്, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആ നിധി എന്ന് പറയുന്നവളെ ആടി വിടുമ്പോൾ ആലോചിക്കണമായിരുന്നു. ലോകത്ത് എവിടെയില്ലാത്ത ഒരു പിറന്നാളാഘോഷം, അത് തന്നെ കാറെടുത്ത് കൊടുക്കലും ഒക്കത്തിന് വഴിയൊരുക്കുന്നത് നിങ്ങളല്ലേ. അപ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഈ പറയുന്ന നിധിയും ഗൗതമും കയറി വരുന്നുണ്ട്. അപ്പോൾ പ്രണവും പാറുവും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഉടൻ തന്നെ എന്താടാ സത്യത്തിൽ സംഭവിച്ചത്? ഇനി എന്തിനാടാ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയത്? ഇപ്പോൾ ഒരു കാർ എടുക്കില്ല, എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ ഗൗതം പറയാണ്, ഞങ്ങളുടെ വണ്ടിക്ക് മുന്നിൽ അവൾ വന്ന് പെട്ടതാണ്, സംഭവം തെറ്റി ഞങ്ങളുടെ അടുത്താണ് എന്നൊക്കെ പറയുമ്പോൾ, എടി നിധി, നീ കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണ്. വണ്ടി എടുത്തത് നിൻ്റെ പേരിലാണെങ്കിൽ ഇവൾക്ക് ഓടിക്കാൻ കൊടുക്കണം. ലോകത്ത് എവിടെയില്ലാത്ത ഒരു ബർത്ത്ഡേ ആഘോഷിക്കൽ എന്തിനു വേണ്ടിയിട്ടാണ് ഗൗതം ഇവളെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കൽ? ഇപ്പോൾ പ്രണവിൻ്റെ ജീവിതം ഇവിടെ ആകെ തകർന്ന് എല്ലാവരും വിഷമത്തിൽ നിൽക്കുമ്പോൾ നീ ഇവളുടെ ബർത്ത്ഡേ ആഘോഷിക്കായിട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ഉടൻ തന്നെ നിധി പോലും ഞെട്ടിപ്പോവാണ് കേട്ടോ. പാറുവിൻ്റെ ആ സംസാരം കേൾക്കുമ്പോൾ ഇവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാറ്റാണ്. അത് കേൾക്കുന്ന വസുന്ധരയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. ഇപ്പോൾ ഇവൾക്ക് വേണ്ടി ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയത് കൊണ്ടല്ലേ ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ തലയിൽ വന്നത്? ഇവിടെ പ്രണവിൻ്റെ ജീവിതം തകർന്ന് നിൽക്കുമ്പോഴാണോ ഇവളുടെ ബർത്ത്ഡേ ആഘോഷിക്കൽ? അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഗൗതം പറയണേ, എന്തിനാ വെറുതെ നിധിയെ ഇങ്ങനെ പറയുന്നത്? അമ്മ വെറുതെ അവളെ പറയണ്ട, ഇവിടെ വണ്ടി ഓടിക്കുക. നീ എന്തിനാ ഇവൾ ചെയ്ത് തെറ്റ് നീ നിൻ്റെ തലയിൽ പേറുന്നു? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവളല്ല വണ്ടി ഇടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, നീ എന്തിനാ അത് ഏറ്റെടുക്കുന്നത്? അത് കേട്ടോടെ തന്നെ ഗൗതം പറയണേ, ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പറയുന്നത് കേൾക്ക്, നിധിയെ കുറ്റപ്പെടുത്തല്ലേ. അപ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയണം, ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഇവൾ തന്നെയാണ്. അപ്പോൾ അത് കേൾക്കുന്ന നിധി പറയാം, ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? നിങ്ങളല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോഴേക്കും ഉടൻ തന്നെ പാറു പറയണേ, പ്രശ്നം ഉണ്ടാക്കുന്നത് നീ തന്നെയാണ് നിധി, നീയും ഇവരും ഒക്കെ എല്ലാം കണക്കാണ്, ഞങ്ങളുടെ ജീവിതം ഇട്ട് തട്ടിത്തെറിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ, എന്തിനാ അമ്മ അങ്ങനെ കാട് കയറുന്നത്? ഇവിടെ പ്രശ്നക്കാരി നിധിയല്ല, ഞാനാണ് ഇവളെ കൊണ്ട് നിർബന്ധിച്ച് വണ്ടി ഓടിച്ചത്. അങ്ങനെ വണ്ടി ഓടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വല്ല ആളും മനുഷ്യനും ഒന്നുമില്ലാത്ത ആ ഏരിയയിൽ പോയിട്ട് വണ്ടി ഓടിക്കുക, അല്ലാതെ ഈ അമ്പലത്തിന് മുന്നിൽ വെച്ച് ഇങ്ങനെ വണ്ടി ഓടിക്കാനൊക്കെ നിൽക്കണം. അപ്പോൾ ഇവളുടെ അടുത്തല്ലേ തെറ്റ്, ഇവളുടെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പരിഹസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയണേ, അപ്പോൾ ഗൗതം പറയണേ, ഇപ്പോൾ എൻ്റെ ആവശ്യം അതല്ല, ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് ഊരിപ്പോരണം, അതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയണേ, കേസിൽ നിന്ന് ഊരിപ്പോരുമെന്ന് തോന്നുന്നില്ല എന്ന് പറയട്ടെ. അത് കേട്ട ഉടൻ തന്നെ തീർച്ചയായും ഊരിപ്പോരും. ശിവാനി നിധിക്കെതിരെ മൊഴി പറഞ്ഞിട്ടില്ല, ഇനി ശിവാനി മൊഴി മാറ്റാതിരിക്കാൻ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുന്ന പാറു ഒരിക്കലും കൊണ്ടുവരില്ല എന്ന് പറയണേ. ഇത് കേൾക്കുന്ന വസുന്ധര, ഈശ്വര, ഞങ്ങൾ പ്ലാൻ ചെയ്തതിൽ ഇതൊന്നും ഇല്ലല്ലേ, എത്ര പെട്ടെന്ന് ഗൗതം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു എന്നിങ്ങനെ വസുന്ധര ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഇത് കേട്ടോടെ തന്നെ വസുന്ധര പറയണേ, അപ്പോൾ ഇതിന് വേണ്ടിയാണ് ഇല്ലേ കളിച്ചത്, ഇനിയും ആ വൃത്തികെട്ടവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണല്ലേ എന്നിങ്ങനെ വസുന്ധര പറയുമ്പോൾ പ്രണവിൻ്റെ ജീവിതം നശിപ്പിച്ചതും പോരാ. അപ്പോൾ അത് കേട്ടോടെ തന്നെ ഗൗതം പറയണേ, ഇവിടെ പ്രണവിൻ്റെ ജീവിതം നശിപ്പിക്കാനും നശിപ്പിക്കാതിരിക്കാനുമല്ല, ഇവിടെ നിധിയെ ഈ കേസിൽ നിന്ന് രക്ഷിക്കാനാണ്. അപ്പോൾ പറയണേ, നിധി തെറ്റ് ചെയ്തിട്ടല്ലേ. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ നിധിക്ക് സങ്കടമാവണം. അങ്ങനെ നിധി പറയണേ, എനിക്ക് വേണ്ടി ഒരു ത്യാഗവും ഗൗതം ചെയ്യേണ്ട, ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സറണ്ടർ ആയിക്കോളാം, ഞാൻ തന്നെയാണ് വണ്ടി ഓടിച്ചിരുന്നത്, ഞാനാണ് ശിവാനി ഇടിച്ചിട്ട്, ഇനി ശിവാനി മൊഴി മാറ്റി പറയാമെന്ന പേടി കൊണ്ടല്ലേ അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഇവർക്ക് ആർക്കും ഇഷ്ടമല്ലെങ്കിൽ അത് വേണ്ട ഗൗതം, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, തൽക്കാലം അവളെ ഇവിടെ കൊണ്ടുവരേണ്ടത് നമ്മുടെ ആവശ്യമാണ്, അതുകൊണ്ട് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അപ്പോൾ പ്രണവ് ഈ പറയുന്ന പാറുവും പറയണം, ഒരിക്കലും അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന ഗൗതം, കൊണ്ടുവരും, ഇല്ല ഈ വീട്ടിലോട്ട് അവൾ കൊണ്ടുവരില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എപ്പിസോഡാണ് അടുത്ത് വരാനിരിക്കുന്നത് കേട്ടോ.